അതായത് ടൈംലി ഇന്റർഫിയറൻസ് പഴയ പോലെ പ്രൊഫസർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ചെയ്യുന്നു. പക്ഷേ വേണ്ടത്ര അത് വന്നിരിക്കുന്ന ഇപ്പം ഞാൻ മലയാളം വാരികയിലും കേരള ശബ്ദത്തിലും എൻ്റെ പാർട്ടി പത്രത്തിലും ഈ വിഷയം എഴുതി. പക്ഷെ അതൊന്നും ഇപ്പം അങ്ങനെ ഇപ്പോഴേ കുറെ കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ കനം കുറയുന്നു. അപ്പോൾ അതിലോട്ടൊന്നും ആർക്കും ശ്രദ്ധയില്ല. വേറെ വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും പോഴത്തരം പറഞ്ഞാൽ അതിനാണ് ശ്രദ്ധ. അങ്ങനെ പോയിരിക്കുന്നു. ഇപ്പം തന്നെ ഈ പറഞ്ഞില്ലേ ഈ ഇലക്ഷൻ്റെ ആര് ജയിക്കുമെന്നുള്ളത്, ഇപ്പോൾ പറയുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങളോ ഞാനോ ആർക്ക് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞ ശരാശരി പൗരൻ, ഒരു ആവറേജ് മലയാളി ആർക്ക് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ മലയാളിയുടെ ഒരു ഡെവലപ്മെന്റ്. വ്യക്തമായ ധാരണയുണ്ട്. സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഓരോ വ്യക്തിക്കും വ്യക്തമായ ധാരണയുണ്ട് ആരെ ജയിക്കും. ധാരണയുണ്ട്, പണ്ടും ഉണ്ട്. പക്ഷേ ആ ധാരണ ഇപ്പോൾ പുറത്ത് പറയുന്നില്ല എന്നുള്ളത്. എന്നെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ ഞാനറിയാം, അവർ പറയില്ല. കണ്ടാ ചിരിച്ചു, കളിച്ചു, ചിരിച്ചു, ചായ കുടിച്ചു, അങ്ങനെയല്ലേ ഇവിടെ വരണ്ടായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. സാർ ഇവിടെ വന്ന് വോട്ട് ചോദിക്കേണ്ടത് ഞങ്ങളങ്ങ് ചെയ്യുമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല, ഒന്ന് സൂചിപ്പിച്ചങ്ങ് വിടുക. വോട്ടയാൾ അപ്പോൾ ആർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ആ രീതിയിലൊരു പൊളിറ്റിക്കൽ അവയർനെസ് കേരളത്തിൽ വന്നു. അങ്ങനെ വന്ന ഒരു സ്ഥലത്ത് ആർക്ക് വോട്ട് ചെയ്യും, അതിലെത്ര ഭൂരിപക്ഷം ആർക്ക് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ചില വ്യക്തികളുടെ കാര്യം നമുക്ക് പറയാം, ചില കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ മലപ്പുറത്ത് ഒരു ലീഗ് ലീഡർഷിപ്പിലുള്ള ചില ആളുകളുടെ പക്ക മുസ്ലിം ലീഗ് ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസി ജയിക്കും എന്ന് പറയാം. പാലായിൽ KM മാണിയുടെ കാര്യത്തിൽ അദ്ദേഹം ജയിക്കും എന്ന് പറയാം. പുതുപ്പള്ളിയിൽ അങ്ങനെ ഒരു സീറ്റ്, അങ്ങനെ കുറേ സീറ്റുകളുണ്ടായിരുന്നു. ബേബി ജോൺ ഉണ്ടായിരുന്നപ്പോൾ ചവറ, അങ്ങനെ ഒരു എന്താ പറയുന്ന ഹോം ഗ്രൗണ്ടാണ് അത്. അവർ കൾട്ടിവേറ്റ് ചെയ്തൊരു മണ്ഡലം സ്വന്തമാക്കി എടുക്കുകയാണ്. അവിടെ ആർക്കും ചെന്ന് പെട്ടെന്നൊന്നും കൈകടത്തി കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെയുള്ളത് ഒഴികെയുള്ളതിലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ബേബി ജോണിൻ്റെ മണ്ഡലം ചവറയെ പറ്റി നമുക്ക് സാറിന് ഒരു ധാരണയില്ല എന്നുള്ളതാണ്. അവിടെ ബേബി ജോൺ ഉണ്ടായിരുന്നപ്പോൾ ഒരാൾ ജയസാധ്യത നോക്കി അവിടെ ആരും പോകുന്നില്ല. പക്ഷെ ഇന്ന് മാറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ചവറയിൽ പ്രേമേന്ദ്രൻ തന്നെ ജയിക്കും, അതിൽ യാതൊരു സംശയവും എനിക്കില്ല. അതാണ് എൻ്റെ ചോദ്യം. അതെ, പ്രേമേന്ദ്രൻ തന്നെ ജയിക്കും. പിന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇപ്പോഴത്തെ ഇലക്ഷൻ ക്യാമ്പയിനിങ് പല മണ്ഡലങ്ങളിലും വ്യക്തിഹത്യയിലാണ് ചെന്ന് നിൽക്കുന്നത്. ക്യാരക്ടർ അസാസിനേഷൻ, അതാണ് വ്യക്തിഹത്യ എന്ന് പറഞ്ഞത്. അതൊന്നും പാടില്ല ഒരു തെരഞ്ഞെടുപ്പ് വേളയിലോ അല്ലാതെയോ. എനിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് പല ഭിന്നാഭിപ്രായങ്ങൾ കാണും. പിന്നെ പോരായ്മകളില്ലാത്ത മനുഷ്യരില്ല, വീഴ്ചകൾ പറ്റാത്തവരുമില്ല. ഏതെങ്കിലുമൊക്കെ കുഴിയിൽ എന്തെങ്കിലുമൊക്കെ ചവിട്ടി കാണും. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടല്ലോ പല വട്ടുകളിലും. ഞാൻ ആരെയും ഒഴിവാക്കുന്നില്ല. ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആരും ചെയ്യാൻ പറ്റില്ല. ആസ് എ റൂൾ ഇത് ചെയ്യരുത് എന്നുള്ളതാണ്. RSP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ, ഞാൻ ഒരു രാഷ്ട്രീയ രംഗത്തിലൂടെ കടന്നു വന്ന ഒരാളെന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ 3ാം സ്ഥാനക്കാരായിരുന്നു. CPM, CPI, RSP ഇവർ 3 പേരും കൂടി തീരുമാനിക്കുന്നതായിരുന്നു മിക്കവാറും കാര്യങ്ങളെന്നത്. പക്ഷേ ഇന്ന് LDFൽ 4ാമത്തെ കക്ഷിയായി RSP മാറിയ ഒരു ഘട്ടത്തിലാണ് നമ്മൾ. അതിൽ വന്നത് ഞങ്ങളുടെ തന്നെ കുഴപ്പമുണ്ട്. ഞങ്ങളുടെ കുഴപ്പമെന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ സ്പ്ലിറ്റൊക്കെ വന്നിട്ട് 1, 2, 3 ഇത്രയും വലിയ ഭിന്നതയുണ്ടായ പാർട്ടി കുറവാണ്. ഒരിക്കൽ ശ്രീകണ്ഠ ചേട്ടൻ മാറിയിട്ട് RSP S എന്ന് പറഞ്ഞു, അതിലാണ് ശിവദാസനൊക്കെ അന്ന് പോയത്. അങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയ ക്ഷീണം. ആരും ഒരാൾ പോയാലും ക്ഷീണമാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ബാബുവും താമരാഷനും ഒക്കെ കൂടെ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആൾ പോയവരൊക്കെ തിരിച്ചു വന്നു. പക്ഷേ ഇല്ലേ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞാണ് കാണും, ഒരിക്കൽ പേരുദോഷം വന്നാൽ പിന്നെ അത് മാറത്തില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ താരതമ്യം കുറച്ച് പേര് പോയിട്ട് തിരിച്ചു വന്നാലും വന്നതിന് വിലയില്ല, പോയതേ ആളുകൾ കാണുന്നു. എന്നിരുന്നാലും ജനതാദൾ എസ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെക്കാളും താഴെ സീറ്റ് ഷെയർ ചെയ്ത് പോകേണ്ട ഒരു ഘട്ടത്തിൽ RSP വന്നില്ലേ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യമുള്ളതും ഇടതുപക്ഷത്തിനെ കാണുന്നത് സീറ്റിൻ്റെ എണ്ണം വെച്ചല്ല. RSP ഒരിക്കലും ശ്രദ്ധിക്കപ്പെട്ടത് സീറ്റിൻ്റെ എണ്ണം വെച്ചല്ല, ഒരിക്കലും. രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ആ രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് പറയുന്നത് നാളെ ശരിയായി വരുന്നു എന്നുള്ളതാണ്. ഒരു കേമത്തരം ഞാൻ പറയുകയല്ല, ശരിയായ നിലപാട്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ കമ്മ്യൂണിസ്റ്റ് നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒന്നായി നിന്നുകൊണ്ട് എടുക്കുമ്പോൾ അതിനൊരു സ്ഥായി വേണം. ഞങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ 2-3 കാര്യത്തിൽ RSP വളരെ ശക്തമായ നിലപാട്. ഒന്ന്, ലീഗുമായിട്ട് വടക്കൻ മലബാറിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തു. ഒരു ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, 2 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ്. അന്ന് CPM ഉം CPI യും അതിലെ ഭാഗവാക്കുകളായി. കോൺഗ്രസ് ഗെയിൻ ചെയ്തു. ഈ മുന്നണി വന്നപ്പോൾ കോൺഗ്രസിന് നേട്ടമുണ്ടായി. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ആസ് എ ഓൺ പ്രിൻസിപ്പിൾ ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചു. 50 വോട്ട്, 100 വോട്ട്, 30 വോട്ട്. ഇത് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുകയാണ്, ഇത് ശരിയല്ല, പാടില്ല. ആരോടാ
2 ഇടതുപക്ഷ പാർട്ടികളോടുമാണ്. ആ മുന്നണി ഞങ്ങൾ നിൽക്കുന്നില്ല. ഈ ഭാഗത്തൊക്കെ മത്സരിക്കുന്നുമുണ്ട്. അത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ അത് കട്ട് ഓഫ് ചെയ്തു. കട്ട് ഓഫ് ചെയ്തെന്ന് വെച്ചാൽ ഗെയിൻ ചെയ്തത് കോൺഗ്രസ്സായി. ആ ലീഗുകാർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഐക്യം. CPMകാർക്കും ഇഷ്ടപ്പെട്ടില്ല. അതാ പോയി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ DIC വന്നു. DIC ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തു. ഞങ്ങൾ എതിർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ എന്നെ വളരെ വ്യക്തിപരമായി തന്നെ പിന്നെ ലീഡറും കരുണാകരനും മകനും ഒക്കെ കളിയാക്കുന്ന അവസ്ഥ. മാഷ് പറഞ്ഞാൽ പിന്നെ പ്യൂണിന് എന്ത് കാര്യം എന്നുള്ള മട്ടിലൊക്കെ ചോദിക്കുന്നു. ഒരിക്കൽ ശ്രീ കെ കരുണാകരൻ പറഞ്ഞാൽ ആ കൂടെ ഒരു വണ്ടി കയറ്റിക്കൊണ്ട് പോകാനുള്ള ആളേ ഉള്ളൂ, അവരെന്താ അഭിപ്രായം പറയുന്നത് വരെ ചോദിച്ചു. പക്ഷേ എങ്കിലും ഞങ്ങൾ അവരുമായിട്ട് വേദി പങ്കിട്ടില്ല, ശക്തമായിട്ട് എതിർത്തു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ഐക്യവും പോയി, വിട്ടു. അത് കഴിഞ്ഞിട്ട് PDPയുടെ കാര്യം വന്നപ്പോഴും വളരെ ശക്തമായിട്ട് ആദ്യമായിട്ട് നാഷണൽ ലെവലിലാണ് ഞങ്ങൾ ആദ്യമേ എതിർക്കുന്നത്. എതിർക്കുകയും ഞങ്ങളിതിലൊന്നും പങ്കാളികളല്ലാതെ വരികയും ഞങ്ങളതുകൊണ്ട് അവഹേളിക്കപ്പെടുകയും ചെയ്തു പലപ്പോഴും. ഞങ്ങളുടെ പിന്നെ പ്രമുഖ ഇടതുപക്ഷ പാർട്ടികൾ ഇരിക്കുന്ന വേദിയിൽ എന്നെ കളിയാക്കിക്കൊണ്ട് PDPക്കാർ സംസാരിച്ചിട്ടുണ്ട്. അതിനാരും മറുപടി പറഞ്ഞില്ല. ഞങ്ങളാൾ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ ആ വേദിയിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വരും. ഇതൊക്കെ അപ്പോഴപ്പോഴും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നിലപാടാണെങ്കിലും പിന്നീട് അതൊക്കെ സത്യമായി വരും. അത് വരികയാണ്. അപ്പോൾ വർഗീയതയ്ക്കായിട്ട് ഒരിക്കലും സമരസപ്പെടത്തില്ല എന്നുള്ളൊരു മുഖമാണ് RSPക്കുള്ളത്. അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം, പൊളിറ്റിക്കലി അവയർനെസ് ഉള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം, കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നും ഒരു വർഗീയ കക്ഷി തന്നെയാണ്. ആ കേരള കോൺഗ്രസിൻ്റെ PJ ജോസഫിനെ കൂടെ കൊണ്ടു നടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയാക്കി കൊണ്ടുനടന്നു. ആ ജോസഫ് ഒരു കാരണവുമില്ലാതെ UDFലേക്ക് പോയി. അപ്പോൾ കേരള കോൺഗ്രസിനോടൊരു നയം, ലീഗിനോട് മറ്റൊരു നയം. കേരള കോൺഗ്രസിനോട് ഞങ്ങൾ ഇതേ നയം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ലീഗിനോടുള്ളത് രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. ഒന്ന്, കേരള കോൺഗ്രസിൽ സുരേന്ദ്രപിള്ളയ്ക്കും അംഗമാകാം. അല്ല, അത് ഇപ്പോഴത്തെ പഴയ കേരള കോൺഗ്രസിൽ സുരേന്ദ്രപിള്ള ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു പേര്, എൻ്റെ സ്നേഹിതനാണ്, ആൾ മാന്യനാണ്. ഞാൻ ഈ പറഞ്ഞത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്. സമുദായത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണ്. സ്ഥാനാർത്ഥികളെ നോക്കിയാൽ ഒരു റിസർവേഷൻ മണ്ഡലത്തിലല്ലാതെ വേറെ ഒരിടത്ത് മറ്റ് ആളുകളെ സ്ഥാനാർത്ഥിയാക്കാറില്ല. അതിനുവേണ്ടി ഉണ്ടാക്കിയ പാർട്ടി അല്ലാതെ. ഈ കേരള കോൺഗ്രസുമായിട്ട് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കമ്മ്യൂണലാണ് കേരള കോൺഗ്രസ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്കും അതിൽ അംഗമാകാം, ഇല്ലേ? എല്ലാ വാതായനങ്ങൾ തുറന്നു കിടക്കാണ്.